ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ ഇവരുടെ സെഗ്മെന്റ് ആണ് ഫസ്റ്റ് നടന്നത്. അതായത് കെയോ ഷോ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ സ്മാക്ക് ഡൗൺ റസൽമേനിയയ്ക്ക് മുൻപ് നടക്കുന്ന അവസാനത്തെ സ്മാക്ക് ഡൗൺ ആയിരുന്നു. ഷോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ റസൽമേനിയ നാളെയും മറ്റന്നാളും, അതായത് ഞായറാഴ്ച തിങ്കളാഴ്ച കാണാൻ മറക്കരുത് രാവിലെ 4:30. ഇനി റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് ഇവരുടെ സെഗ്മെന്റ് നോക്കാം. ഈ സെഗ്മെന്റിൽ റസൽമേനിയനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് റാൻഡി ഓർട്ടനെ റിങ്ങിലേക്ക് വിളിക്കുന്നതായിട്ടും പിന്നീട് റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ചേർന്നുകൊണ്ട്, എന്നാൽ ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ലോഗൻ പോൾ റസൽമേനിയ നടക്കുന്ന സ്റ്റേഡിയത്തിൽ വരുന്നതായിട്ടും പിന്നീട് ലോഗൻ പോൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ഒരു പ്ലാൻ ചെയ്യും. അതായത് ഇവര് പറയുന്നത് റസൽമേനിയ സ്റ്റേഡിയം, അതായത് ലോഗൻ പോൾ നിൽക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ്, നമ്മൾക്ക് അവിടെ പോയി അവനെ അറ്റാക്ക് ചെയ്യാമെന്നാണ്. പിന്നീട് ഇവർ രണ്ടുപേരും ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ റസൽമേനിയ നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പോകാൻ നോക്കും. അതേസമയം റിങ്ങിനടിയിൽ ഇരുന്ന ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് റസൽമേനിയ നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഒരു ഇലക്ട്രിക് വണ്ടി പോലെയെല്ലാം എടുത്തു വന്ന് കെവിൻ ഓവൻസ് അതിൽ റാൻഡി ഓർട്ടനെ ഇരുത്തി കൊണ്ടുപോകുന്നതായിട്ടും കാണിച്ചിരുന്നു റസൽമേനിയ സ്റ്റേഡിയത്തിലേക്ക്. അതിനുശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ആൻഡ്രെ ദി ജയന്റ് മെമ്മോറിയൽ ബാറ്റൽ റോയൽ മാച്ചാണ്. അതായത് റസൽമേനിയയിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഏകദേശം 20 റെസ്ലേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ മാച്ചിൽ ഓമോസ് എല്ലാം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ആഡ് ബ്രേക്ക് ഇട്ട സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയാത്തത് പോലെ ഈ ഒരു ബാറ്റൽ റോയൽ മാച്ച് നമ്മൾ കണ്ടിരുന്നു. അതായത് ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള ആൻഡ്രെ ദി ജയന്റ് ബാറ്റൽ റോയൽ മാച്ച് പോലെയല്ലാതെ ഈ മാച്ച് വളരെ ലെങ്ത് കുറവായിട്ടും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചതായിട്ടാണ് തോന്നിയത്. അതായത് അത്രയ്ക്ക് സെറ്റായില്ല മാച്ച്. എന്നാൽ മാച്ചിന്റെ ക്ലൈമാക്സ് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോൺസൺ റീഡ്, ഐവാറു, ഓട്ടീസ് എല്ലാം ഫൈറ്റ് ചെയ്തത്. പിന്നെ റിക്കോഷെറ്റ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും എലിമിനേറ്റ് ആയി പോയ JD മെക്ഡാനിക്ക് റിക്കോഷെറ്റിനെ എലിമിനേറ്റ് ചെയ്തു. അതായത് റിങ്ങിന് പുറത്തേക്ക് വലിച്ചിട്ട് റിക്കോഷെറ്റിന്റെ അവസരം ഇല്ലാതെയാക്കി. ഇനി റസൽമേനിയയിലെങ്ങാനും ഇവർക്ക് സിംഗിൾസ് മാച്ച് കിക്ക് ഓഫിൽ വെക്കുമോ എന്ന് നോക്കാം. പിന്നീട് ഐവാറും ഓട്ടീസ് എല്ലാം ചേർന്ന് അത്യാവശ്യം നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഓട്ടീസ് എല്ലാം മാച്ചിൽ നിന്നും പോയി അവസാനം ഐവാറിനെയും എലിമിനേറ്റ് ചെയ്ത് ഈ മാച്ചിൽ ബിഗ് ബ്രോൺസൺ റീഡാണ് വിൻ ചെയ്തത്. അപ്പോൾ ബ്രോൺസൺ റീഡിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വിന്നാണ് ഇത്. പക്ഷെ ഈ മാച്ച് അല്പം ലെങ്ത് കുറഞ്ഞതുകൊണ്ടാണ് സെറ്റ് ആവാത്തത് പോലെ തോന്നിയത്. ഞാൻ പറഞ്ഞതുപോലെ മാച്ചിന്റെ ക്ലൈമാക്സിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നന്നായി തന്നെ ഇവരെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോൾ സ്മാക്ക് ഡൗണിൽ വന്നുകൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്തു. അതായത് ലോഗൻ പോൾ റസൽമേനിയ സ്റ്റേഡിയത്തിലാണ് എന്ന് കരുതി റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും അവിടെ പോയിട്ടുണ്ട് എന്നും, എന്നാൽ റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിനെയും കാത്തുകൊണ്ട് അവിടെ ആസ്റ്റ്യൻ തിയറി, ഗ്രേസൺ വാലർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് റാൻഡി ഓർട്ടനെയും കെവിൻ ഓവൻസിനെയും ശരിയാക്കിയിട്ടുണ്ടാകും. ഈ ഒരു ലെവലിലൊക്കെയാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. ശേഷം റസൽമേനിയ സ്റ്റേഡിയം കാണിക്കുമ്പോൾ ഗ്രേസൺ വാലറും ആസ്റ്റ്യൻ തിയറിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെയെല്ലാം നോക്കി, റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ഇങ്ങോട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഇവിടെ കാണാനില്ല എന്നൊക്കെ. ഇത് കേട്ട് ലോഗൻ പോൾ ടെൻഷൻ ആകുന്നതായിട്ടും പിന്നീട് ഇവരെവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഇവര് രണ്ടുപേരും റിങ്ങിനടിയിൽ നിന്നും വരുന്നതായിട്ടും അതിനുശേഷം ഇവർ പ്ലാൻ ചെയ്ത് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ലോഗൻ പോൾ എസ്കേപ്പ് ആകാൻ നോക്കും. പക്ഷെ കെവിൻ ഓവൻസ് പിടിച്ചുകൊണ്ട് വന്ന് ലോഗൻ പോളിനെ അറ്റാക്ക് ചെയ്ത് സ്റ്റണ്ണർ കൊടുക്കും. അപ്പോൾ തന്നെ ഫാൻസ് RKO ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ കെവിൻ ഓവൻസും ഹെൽപ്പ് ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ RKO ചെയ്യുന്നതായിട്ടും പിന്നീട് റാൻഡി ഓർട്ടനും കെവിൻ ഓവൻസും ഫൈറ്റ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നപ്പോൾ അവർ അങ്ങനെയൊന്നും ചെയ്യാതെ വീണ്ടും അവരുടെ ഫ്രണ്ട്ഷിപ്പുമായി മുന്നോട്ട് പോയി. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റേ മിസ്റ്റീരിയോയുടെ ടാഗ് ടീം പാർട്ട്ണറായ റസൽമേനിയയിൽ മത്സരിക്കേണ്ട ഡ്രാഗൻ ലീനെ ആരോ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാർലിറ്റോ എല്ലാം അവിടെ ഉള്ളതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ മുൻപേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കാർലിറ്റോ ഹീൽ ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഡ്രാഗൻ ലീനെ അറ്റാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ കാർലിറ്റോ തന്നെയായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകുക. പിന്നീട് LWO ടീമിനും സാന്റോസിന്റെ ടീമിനും ഒരു വുമൺസ് ടാഗ് ടീം മാച്ച് നടന്നു. സെലീന വേഗ വേഴ്സസ് ഇലക്ട്ര ലൂപ്പസ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് കാണാൻ ആൻഡ്രോയിഡയും വന്നിട്ടുണ്ടായിരുന്നു, ഡൊമിനിക് മിസ്റ്റീരിയോ, സാന്റോസ് ഇവരുടെ കൂടെ. അതുപോലെ റിംഗ് സൈഡിൽ റേ മിസ്റ്റീരിയോയും ഉണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ സെലീന വേഗ ഹേമർലോക്ക് DDT എല്ലാം ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്യാൻ നോക്കി. പക്ഷെ ഡൊമിനിക് കയറി റെഫറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ഈ ഒരു അവസരമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്ര ലൂപ്പസ് ആണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. അതായത് സെലീന ഈ മാച്ച് തോറ്റു. അതിനുശേഷം ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട്
റെയ് മിസ്റ്റീരിയോനെ കയറി അറ്റാക്ക് ചെയ്തു ഡൊമിനിക്കും സാന്റോസും ചേർന്ന്. അതേപോലെ ആൻഡ്രോയിഡ് റിങ്ങിലേക്ക് കയറുമ്പോൾ ആൻഡ്രോയിഡോട് റെയ് മിസ്റ്റീരിയോനെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവര് ദേഷ്യപ്പെടുന്നതായിട്ടും അവസാനം ദേഷ്യം വന്ന ആൻഡ്രോയിഡ് ഡൊമിനിക്കിനെയും സാന്റോസിനെയും അറ്റാക്ക് ചെയ്ത് റെയ് മിസ്റ്റീരിയോയ്ക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുന്നതായിട്ടും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കണ്ട തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സെലീന വേഗയുമായിട്ട് സന്തോഷം പങ്കുവെക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റും ഇങ്ങനെ ചെയ്തതെല്ലാം നന്നായിട്ടാണ് തോന്നിയത്. പിന്നീട് ബിയാങ്ക ബെല്ലർ, നയോമി, ജേഡ് കാർഗിൽ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഡാമേജ് കൺട്രോൾ ടീം റസൽമേനിയയോട് കൂടി അവസാനിക്കും. ഡാമേജ് കൺട്രോൾ ടീമിനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ടാഗ് ടീം പാർട്ട്ണറെ കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ലെവലിലൊക്കെയാണ് നയോമിയും ബിയാങ്ക ബെല്ലറും ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് ജെഡ് കാർഗിലും വന്നുകൊണ്ട് ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റെയ് മിസ്റ്റീരിയോനെ കാണിക്കുമ്പോൾ ഒരു റെഫറി വന്ന് പറയുന്നത് ഡ്രാഗൻ ലീക്ക് റസൽമേനിയയിൽ മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല, മെഡിക്കലി ക്ലിയർ അല്ല, ഈ ഒരു ലെവലിലൊക്കെയാണ്. അപ്പോൾ തന്നെ റെയ് മിസ്റ്റീരിയോ തലയിൽ കൈവച്ച് ഇനി ആരാണ് എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ ആൻഡ്രോയിഡ് പറയുന്നത് ഞാൻ നിന്റെ ടാഗ് ടീം പാർട്ട്ണറായി വരാം എന്നാണ്. ശേഷം ഇവർ കൈ കൊടുത്ത് വീണ്ടും എക്സ്പെക്ട് ചെയ്ത് ടാഗ് ടീം പാർട്ട്ണറാക്കും റെയ് മിസ്റ്റീരിയോ. അപ്പോൾ തന്നെ പ്ലാൻ ബി ചെയ്ത കാർലീറ്റോ അവിടെ വരുന്നതായിട്ടും, എന്നാൽ കാർലീറ്റോ വന്നത് അല്പം വൈകിപ്പോയി. കാർലീറ്റോ വന്നതിന് ശേഷമാണ് ഇവർ പറയുന്നത് ആൻഡ്രോയിഡ് ഞങ്ങളുടെ ടാഗ് ടീം പാർട്ട്ണറായി എന്ന്. അപ്പോൾ മുഖത്ത് നൈസായിട്ട് ഒരു കുഞ്ഞു സന്തോഷം പോലെ കാണിച്ചുകൊണ്ട് കാർലിറ്റോരെ പ്ലാൻ ബിയും പാളിപ്പോയി അവിടെ നിന്നും പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും റസൽമേനിയയിൽ കാർലിറ്റോനെ വെച്ചൊരു സംഭവം WWE ചെയ്യും. പിന്നീട് ന്യൂ കാച്ച് റിപ്പബ്ലിക് വേഴ്സസ് ഗ്രേവ്സൺ വാലർ ആൻഡ് ഓസ്റ്റിൻ തിയറി ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ ടാഗ് ടീം മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിരുന്നു. രണ്ട് ടീമും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ഗ്രേവ്സൺ വാലറിനെ ഇവരുടെ കോംബോ ഫിനിഷറായ ബെർമിൻ ഹാമർ ചെയ്തുകൊണ്ട് പീറ്റ് ഡൺ ആൻഡ് ടൈലർ ബീറ്റാണ് ഈ മാച്ച് വിൻ ചെയ്യുന്നത്. വിൻ ചെയ്ത അടുത്ത സെക്കൻഡിൽ തന്നെ ജഡ്ജ്മെന്റ് ഡേ റിങ്ങിൽ വന്നുകൊണ്ട് പീറ്റ് ഡനെയും ടൈലർ ബീറ്റിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത് അവരുടെ ഫിനിഷർ ചെയ്യും. അതിനുശേഷം ഗ്രേസൺ വാലറിനെയും അസ്റ്റിൻ തിയറിനെയും മാറി മാറി ഫിനിഷറെല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു ഫിൻ ബാലർ എല്ലാം. അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മൾക്കറിയാം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടിയത്. അതിനുശേഷം LA നൈറ്റിൻ്റെ സെഗ്മെൻറ്റ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ മെയിനായി AJ സ്റ്റൈൽസിനോട് പറയുന്നത് നീ എന്നെ കണ്ടപ്പോൾ പേടിച്ച് ഓടിപ്പോയി, എന്നാൽ റസൽമേനിയയിൽ നിനക്ക് എങ്ങോട്ടും ഓടിപ്പോകാൻ സാധിക്കില്ല. AJ സ്റ്റൈൽസിനെ തോൽപ്പിച്ചുകൊണ്ട് LA നൈറ്റ് മുന്നോട്ട് പോകും. ഇങ്ങനെയെല്ലാം. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവൻ്റായി നടന്നത് സോളോ സിക്കാവ, ജെയ് ഉസോ ഇവരുടെ മെയിൻ ഇവൻ്റ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല മാച്ചായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ സോളോ സിക്കാവയെ സ്പിയറെല്ലാം ചെയ്തുകൊണ്ട് ജെയ് ഉസോ ഫിനിഷറും ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുമ്പോൾ ജിമ്മി ഉസോ റിങ്ങിൽ കയറി ജെയ് ഉസോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും അപ്പോൾ തന്നെ മാച്ച് ബെല്ലടിച്ച് സ്റ്റോപ്പ് ചെയ്ത് ആ മാച്ചിൽ ജെയ് ഉസോ വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ഇവർ മാറി മാറി അറ്റാക്ക് ചെയ്ത് ജെയ് ഉസോനെ സമോൺ സ്പൈക്ക് ചെയ്യാൻ നോക്കുമ്പോൾ കോഡി റോഡ്സിൻ്റെ തീം സോങ് പ്ലേ ആകും. പിന്നീട് കോഡി റോഡ്സും സെത്ത് റോളൻസും അവിടെ വന്നുകൊണ്ട് ഇവരെ സൂപ്പർ കിക്കെല്ലാം ചെയ്ത് കോഡി റോഡ്സ് കൊണ്ടുവന്നിട്ടുള്ള ബെൽറ്റ് വെച്ച് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്യുമ്പോൾ സോളോ സിക്കാവ അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അതേപോലെ ജിമ്മി ഉസോയും എസ്കേപ്പ് ആയിരുന്നു. പക്ഷേ ജെയ് ഉസോ പിടിച്ചുകൊണ്ട് വന്ന് സെത്തിനും കോഡിക്കും ഇട്ടുകൊടുക്കും. പിന്നീട് ഇവർ ആ ബെൽറ്റെല്ലാം വെച്ച് ജിമ്മി ഉസോനെ അറ്റാക്ക് ചെയ്തു. ശേഷം ജിമ്മി ഉസോയ്ക്ക് ജെയ് ഉസോ ഒരു ഫിനിഷറും കൊടുത്തുകൊണ്ട് എൻഡ് കാർഡ് കാണിക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കോഡി റോഡ്സ് മൈക്കെടുത്ത് പറയുന്നത് റസൽമേനിയയിൽ സെത്തും കോഡി റോഡ്സും ചേർന്ന് റോക്കിനെ ക്രൂരമായി ആക്രമിക്കും എന്നാണ്. അതായത് ഇവരെ അറ്റാക്ക് ചെയ്തതിനുള്ള പ്രതികാരം തീർക്കുമെന്ന്. അതുപോലെ റസൽമേനിയ നൈറ്റ് 2-ൽ റോമൻ റെയിൻസിനെ തോൽപ്പിച്ചുകൊണ്ട് താൻ ചാമ്പ്യനായി മുന്നോട്ട് പോകുമെന്നും റോമൻ റെയിൻസിൻ്റെ എറ ഇവിടെ സ്റ്റോപ്പായി, ഇനി തൻ്റെ എറയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ലെവലിലൊക്കെയാണ് കോഡി റോഡ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്.